ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. മീൻ നല്ല കരിമീൻ മീനെ പെണ്ണിന്റെ കൊട്ടലിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. മീൻ നല്ല പിടയ്ക്കണ മീനാണേ പെണ്ണിന്റെ കൊട്ടലിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. എന്തൊരു മീൻ വേണം? ചാള, മത്തി, അയിലടേ. ചാള, മത്തി, അയില. അയില 103. മത്തിയൊന്നും വരുന്നില്ല, വാരി ഇട്ട് കൊടുക്കുക. കൊല്ലത്ത് പട്ടർമുക്കില് ഒരു പാട്ടുപാടി മീൻ വിൽക്കുന്ന ഒരു സ്ത്രീ ഉണ്ട്. പേര് സുലേഖ. നമുക്കൊരു പാട്ട് പരിചയപ്പെടാം. നമസ്കാരം. ഓക്കെ, എങ്ങനെയാണ് ഒരു പാട്ടുപാടി മീൻ വിൽക്കുന്ന ആശയത്തിലേക്ക് വന്നത്? അത് ഇങ്ങനെ മീനും കൊണ്ട് നടക്കുന്ന കൂട്ടത്തിൽ പാടി പാടുമായിരുന്നു. കൊച്ചിലെ പോലെ പാട്ടുണ്ട്. എങ്കിലും ഇപ്പൊ അങ്ങനെ നിർത്തി വെച്ചിരുന്ന. ഇപ്പൊ ഈ മീൻ കച്ചവടത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ പാടുമ്പോഴും ഓരോരുത്തരും എന്റെ അടുത്ത് ചോദിക്കും ഇങ്ങനെ കേറിക്കൂടെ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെ ഓരോ വീട്ടിന്റെ വീട്ടിലും ചെയ്യുമ്പോ ഓരോ വരി പാട്ടുകൾ ഞാൻ പാടും. അങ്ങനെയാണല്ലേ? പാട്ടുപാടി മീൻ കച്ചവടമാണ്. അടുത്തൊരു പാട്ട് ഏതാ പാടാൻ പോകുന്നത്? അടുത്ത ഒരു പാട്ട് നമ്മുടെ മുസ്ലിം പാട്ട്, ഒരു പാട്ട് പാടാം. പാടിയോ? കെട്ടുകൾ 3 കെട്ടി കട്ടിലി നിന്നെയുമെത്തി, ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണ തുണി ചുറ്റി മുറിയാതെ കീറും ചൊല്ലി, ഖബറിലേക്കുള്ളൊരു യാത്ര, കൽബിൽ നീ ഓർത്തൊന്നു നോക്ക്. കെട്ടുകൾ 3 കെട്ടി കട്ടിലി നിന്നെയുമെത്തി, ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണ തുണി ചുറ്റി മുറിയാതെ കീറും ചൊല്ലി, ഖബറിലേക്കുള്ളൊരു യാത്ര, കൽബിൽ നീ ഓർത്തൊന്നു നോക്ക്. തൊട്ടിലാട്ടിയ നിന്നെ പച്ച മണ്ണോടെ നിന്നെ ചൊട്ടി, കൊട്ടാര കോട്ടകൾ കെട്ടി പട്ടാള കാവലു നിർത്തി, നാടു ഭരിച്ചൊരു മന്നാ, നാളെ നീയുമൊരു പിടി മണ്ണാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. താലോലം 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 കുഞ്ഞേ, താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുത്തളി മഹമൂദരെ മഹർ പാട്ടു പാടിടാം, പാട്ടു കേട്ടുറങ്ങണം പൂങ്കുരുന്നി പൈതലേ. മുത്തളി മഹമൂദരെ മഹർ പാട്ടു പാടിടാം, പാട്ടു കേട്ടുറങ്ങണം പൂങ്കുരുന്നി പൈതലേ. ലാ ഇലാഹ ഇല്ലല്ലാഹു
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ വീരനാം അലിയാരുടെ വീരകഥകൾ കേൾക്കണം ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ വീരനാം അലിയാരുടെ വീരകഥകൾ കേൾക്കണം ശൂരനായി നീ വളരണം ജീവിത പൊന്നാരമേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് താലോലം 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 കുഞ്ഞേ താലോലം കേട്ടു നീ ഉറങ്ങണം മോനെ ആറ്റലായ പൈതലേ ആരംഭ പൊന്നാമലേ ആശയേകും കാതലേ അല്ല തന്ന പൈതലേ ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശയേകും കാതലേ അല്ല തന്ന പൈതലേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അറബി നാട്ടിനകലെയെങ്ങാണ്ടിരുന്നിട്ടുപ്പായെഴുതി അകമെഴുതി വസനത്തിന്റെ കുറിപ്പെഴുതാൻ തുനിഞ്ഞു കുരുന്നു മകളെ മനസ്സിലോർത്തു ദിനവും ഉപ്പാ കിടക്കും നേരം മകൾക്കു വേണ്ടി സുബഹാനോടായിരക്കും ഉമ്മായി മോളെയും ഓർത്തിട്ട് നാട്ടിൽ പിടഞ്ഞും കൊണ്ട് മണക്കാട്ടിൽ ഉടയോനെ ഇറവോടെ കഴിയുന്ന മട്ടിൽ നാളുകൾ നീക്കും കാണാൻ കൽവു കൊതിക്കും അറബിക്കുട്ടിയെ കാണും നേരം മനസ്സിലോർമ്മ തെളിയും അകവിലോതും സങ്കടമല്ല പടച്ചറബിനോടിരക്കും വിമാനം കയറി പറന്നു വരാനാ എനിക്കുണ്ടാശ മകളെ വിധിയെന്നോർത്തു സബുറു ചെയ്യാൻ ഉമ്മയോടോതു മകളെ കത്തു കുറിക്കാനുമില്ല കരുത്ത് കരളിലെരിയും ചിന്ത ധരിച്ചു എരിയുന്ന കരളെ ഞാൻ ഏറെ ധരിച്ചു വേലയുമില്ല കയ്യിൽ കാലണയില്ല സുബഹി മുതൽ മകരുവോളം പണിയും തേടിയാലയും കുരിക്കിൽപ്പെട്ട കഥകളുപ്പ പലരോടായി പറയും മലയാളക്കാർ പലരും എന്റെ കഥകൾ കേട്ടു കരയും മലപ്പുറത്തുള്ളൊരുവന്റെ ഒപ്പം അന്തിക്ക് ഞാനും കഴിയും പട്ടിന്റെ പുത്തൻ ഉടുപ്പുകൾ കൊണ്ടും പെട്ടി നിറയെ കളിത്തൊക്കും കൊണ്ടും പെട്ടെന്നങ്ങെത്താൻ കൊതിയുമുണ്ട് ഉടനെ അങ്ങെത്താറബു കരുണ നൽകട്ടെ ഉമ്മാക്കും മോക്കും നെസുമുണ്ടെങ്കിൽ എനിക്കൊരു പണി ലഭിക്കും ഉടനെ പൊന്നു മകളെ കാണാൻ ഉപ്പിച്ച യാത്ര തിരിക്കും ഉപ്പായെയോർത്തൊന്നും വ്യസനിച്ചിട്ടു കരഞ്ഞിടല്ലേ മകളെ ഉമ്മയോടൊന്നും സബുറു ചെയ്യാൻ പറഞ്ഞിടേണം മകളെ. എന്തായാലും യുമ്മയുടെയും മോളുടെയും പാട്ട് എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുകയാണ്. അപ്പോ രണ്ടുപേരും പരിചയപ്പെടുത്താമോ? ഇവര് കൊല്ലം ജില്ലയിലെ കുട്ടിക്കടുത്തുള്ള പട്ടരമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന രണ്ടുപേരാണ്. മികച്ചോളം ചെയ്യുന്നു. ഇത്
മോള് കല്യാണം കഴിഞ്ഞ് വീട്ടിലുണ്ട്. ഇപ്പൊ വീട്ടിലുണ്ട്. ഓക്കെ. എന്തായാലും ഇവരെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമായി പ്രതീക്ഷിക്കുകയാണ്. നല്ല പാട്ടാണ്. ഈ പറഞ്ഞ പോലെ ഒരു വലിയ സിംഗേഴ്സും ഇവര് വലിയ വലിയ പാട്ടുകാരൊന്നും അല്ല എങ്കിൽ പോലും അവർക്കാവുന്ന രീതിയിൽ അവരുടെ വോയിസ് വെച്ച് പാടി നമ്മളെയൊക്കെ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു, നല്ല പാട്ടായിരുന്നു രണ്ടുപേരും. ആ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചിട്ടൊന്നുമില്ല. പഠിക്കാതെ പാടിയതാണല്ലേ? നന്നായിരുന്നു. എന്തായാലും എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാല് ഇതിനകത്ത് ഈ പാട്ടുപാടി മുമ്പോട്ട് പോകണമെന്നുള്ള താല്പര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെ ഇത് പറഞ്ഞപ്പോൾ തന്നെ പാടാൻ ആരംഭിച്ചത്. പിന്നെ നമ്മുടെ ജീവിതം ഒരു വല്ലാത്ത ഒരു ജീവിതമാണ്. എൻ്റെ ഭർത്താവില്ല, മരണപ്പെട്ടു പോയിട്ട് 8 വർഷമായി. ഞാൻ 26 കൊല്ലം കൊണ്ട് വാടകയ്ക്കാണ് കിടക്കുന്നത്. ഇതെൻ്റെ ഏറ്റവും ഇളയ മോളാണ്. എനിക്ക് 4 മക്കളാണ്. ഈ 3 പേരും 2 പേരെ നമ്മൾ കെട്ടിച്ചോളൂ. ഒരാൾ സ്നേഹിച്ചിറങ്ങിപ്പോയി, മോനും അതുപോലെ തന്നെ പോയി. പിന്നെ നമ്മുടെ ജീവിതം കണ്ണീരിന്റെ നടുക്കാണ് ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പൊ ഈ മീൻ ചരുവ് എടുത്താണ് എൻ്റെ ജീവിതം നടക്കുന്നത്. വാടകയായാലും എല്ലാം ഞാൻ അതിൽ കൂടെയാണ് നടന്നു പോകുന്നത്. പിന്നെ ഇതിന്റെ കാര്യവും ഇതിന്റെ ഇടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ജീവിതം വലിയ ഗുണമൊന്നും ഇല്ലാത്ത ജീവിതമാണ്. എന്തായാലും ഒരു നമ്പർ കൊടുത്തേക്കാം. എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള